الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാണ്. ലോകത്താകമാനമുള്ള വിശ്വാസികൾ ഇന്നു മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വളരെ സമാധാനത്തോടുകൂടെ സുരക്ഷിതമായി പ്രയാസങ്ങളൊന്നുമില്ലാതെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുവാനുള്ള കഴിവ് അല്ലാഹു എല്ലാവർക്കും നൽകുമാറാണ്. ഹജ്ജിന്റെ വേളയിൽ വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു വരേണ്ടുന്ന ഒരു പേര് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരാണ്. പരിശുദ്ധ ഖുർആനിൽ 25 സൂറത്തുകളിലായി 69 സ്ഥലത്ത് പ്രത്യേകമായി പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു. പല രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഖലീലായി കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരിടത്ത് പറഞ്ഞു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഇബ്രാഹിം കേവലം ഒരു വ്യക്തിയല്ല, പിന്നെയോ ഒരു സമൂഹമായിരുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് മറ്റൊരിടത്തിൽ പറഞ്ഞു തന്നത്. വഇബ്രാഹീമല്ലദീ വസ്സാ എന്ന് ഖുർആൻ വിശദീകരിച്ചു തരുന്ന വേറൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ പരിശോധിക്കുമ്പോൾ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും പതറാതെ 100% മാർക്ക് വാങ്ങി എല്ലാം പൂർത്തീകരിച്ചു എന്ന് പരിചയപ്പെടുത്തി.
വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്ത്, വിവിധ കലിമാത്തുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമിനെ പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ചപ്പോഴൊക്കെ ഫഅതമ്മഹുന്ന, എല്ലാം പൂർത്തീകരിച്ചു. അതുകൊണ്ട് തന്നെ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്ക് പിന്നീട് വരുന്ന മുഴുവൻ ജനസമൂഹത്തിന് ഇമാമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിയോഗിച്ചു എന്ന് പരിചയപ്പെടുത്തി. ഇങ്ങനെ ഇമാമായി നിശ്ചയിക്കുക മാത്രമല്ല, പിന്നെയോ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, ഇബ്രാഹീം നബി അലൈഹിസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തമമായ മാതൃക സ്വീകരിക്കേണ്ടത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ, ഇബ്രാഹീം നബി അലൈഹിസ്സലാമയുടെ മില്ലത്താണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ആ മില്ലത്തിന്റെ സവിശേഷത ഹനീഫൻ എന്നാണ്, യാതൊരു വക്രതയും ഇല്ലാത്തതാണ്, യാതൊരു സംശയത്തിനും ഇടമില്ലാത്തതാണ്. മാത്രമല്ല വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു പാത നിങ്ങൾ പിന്തുടരണം എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് ഇബ്രാഹീം നബി അലൈഹിസ്സലാമയുടെ ആ ഒരു മില്ലത്ത് നമ്മൾ പിന്തുടരേണ്ടുന്ന ഒരുപാട് ഭാഗങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25ഓളം സൂറത്തുകളിലായി പലയിടങ്ങളിൽ പരിചയപ്പെടുത്തിയിരുന്നത്. നമ്മൾ പിൻപറ്റേണ്ടുന്ന ആ മില്ലത്തിലെ ചില വശങ്ങൾ മാത്രം സൂചിപ്പിക്കും. നമുക്കറിയാം, ഇബ്രാഹീം നബി അലൈഹിസ്സലാം ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്ന്, പിതാവിൽ നിന്ന്, അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന്, ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ നിന്ന് വലിയ പീഡനങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നീ ഈ പറയുന്ന മതവുമായി എന്റെ മുന്നിൽ നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എറിഞ്ഞാട്ടും എന്ന് പിതാവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വഹ്ജുർനി മലിയ, വീട് വിട്ടു പോകണം, എന്റെ മുന്നിൽ നിന്നെ കണ്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പിതാവ് എറിഞ്ഞാട്ടുന്ന സന്ദർഭം ഖുർആൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ആ നാട്ടിലെ ഭരണാധികാരി ഇനി ഇബ്രാഹീമിനെ ഈ നാട്ടിൽ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹീമിനെ തീയിലിടുക, കരിച്ചു കൊല്ലുക. അങ്ങനെ നമ്മുടെ ഇലാഹുകളെ, ആരാധ്യന്മാരെ അങ്ങനെ സഹായിക്കുക എന്ന് ഭരണാധികാരി പ്രഖ്യാപിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരം രംഗങ്ങളിലൊക്കെ ഇബ്രാഹീം നബി അലൈഹിസ്സലാം എടുത്ത നിലപാട് എന്ന് നമുക്ക് വ്യക്തമാക്കാം. നമുക്കറിയാം, ഖുർആൻ ചരിത്രം പറഞ്ഞു തരുന്ന സന്ദർഭത്തിൽ നമ്മൾ സാധാരണ വ്യക്തികളുടെ ചരിത്രം പഠിക്കുന്നത് പോലെ അവരുടെ ജനനം, ജനിച്ച സ്ഥലം, അങ്ങനെ തുടങ്ങി മരിക്കുന്നത് വരെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സ്വഭാവം ഖുർആനിലില്ല. എന്നാൽ അതിൽ നിന്ന് നമ്മൾ പകർത്തിയെടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് വിശദീകരിക്കും. അപ്പൊ ഇബ്രാഹീം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറഞ്ഞു തരുന്നിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരമൊക്കെ രംഗങ്ങളിൽ ഇബ്രാഹീം നബി അലൈഹി സ്വലാം സ്വീകരിച്ച നിലപാടുണ്ട്. അത് നമുക്ക് വിശദീകരിച്ചു. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ആ ഒരു വാചകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരിക. ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹീം നബി അലൈഹിസ്സലാമയെ ആ തീകുണ്ഡത്തിൽ എറിയപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകമാണ്. وقالها محمد صلى الله عليه وسلم حين قالوا إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ഇതേ വാചകം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്.
എപ്പോഴാണത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി ശത്രുക്കൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്കെതിരിൽ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒരുമിച്ച് കൂടി നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്. ഭീതിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോ അവർ പറഞ്ഞു, അതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങൾ ഭയപ്പെടണം, പേടിക്കണം എന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാന, അവരുടെ വിശ്വാസം വർദ്ധിച്ചു എന്ന് മാത്രമല്ല വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവിടെയും ആ വിശ്വാസ സമൂഹം പ്രഖ്യാപിച്ചത് ഹസ്ബുനല്ലാഹ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ ഞങ്ങൾക്കെതിരെ വന്നാലും ശരി, നിങ്ങൾ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ശരി, വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട്, അല്ലാഹു മതി ഞങ്ങൾക്ക്, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമനാകുന്നു അവൻ. ഈ വാചകം ആദ്യമായി പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബിയുടെ വാചകമാണ് എന്ന് പറഞ്ഞിട്ടാണ് സഹാബത്ത് മുമ്പ് വിശ്വസിച്ചിരിക്കുന്നത്. എപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത്? അദ്ദേഹത്തെ തീകുണ്ടാരത്തിലേക്ക് എറിയ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ വേണ്ടിയിട്ട് മലക്കളെ പറഞ്ഞയച്ചു. ആ മലക്കളോട് പറയുന്ന വാചകം ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, അതുകൊണ്ട് തന്നെ വനിഅമൽ വകീൽ, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തീകുണ്ടത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ തയ്യാറാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് പിൻപറ്റണമെന്ന് നമ്മളോട് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ കാണിച്ചു തന്നിട്ടുള്ള മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്നത്. ഇതുപോലെ ഇതിന് സമാനമായതും അതിൽ നേരിയതും കുറഞ്ഞതുമായ ഒരുപാട് വിപത്തുകൾ, പ്രയാസങ്ങൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെ നമ്മളെ പിടിച്ചു നിർത്താൻ ഹെൽപ്പ് നൽകേണ്ടുന്ന ഒരു വാചകമാണ് ഹസ്ബുനല്ലാഹ്, അല്ലാഹു വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു എന്ന്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മില്ലത്ത് വീണ്ടും ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ ആദർശ പ്രചാരണ രംഗത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള യുക്തിയും ശൈലിയും ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ സമൂഹവുമായി ഇടപെടുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ റബ്ബിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ക്ഷണിക്കേണ്ടത് ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, ഒന്നാമത് ഹിക്മത്ത് ഉണ്ടാകുക, അതുപോലെ തന്നെ മൗഇദത്തുൽ ഹസന, ഈ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ ഉണ്ടാകുക. നല്ല ആ ഒരു മൗഇദത്തുൽ ഹസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതുപദേശത്തോടു കൂടിയിട്ടാണ് ക്ഷണിക്കേണ്ടത്. അതുപോലെ തന്നെ യുക്തിബോധത്തോടു കൂടി, കോമൺ സെൻസ് എന്നൊക്കെയാണ് പറയാം, യുക്തിബോധത്തോടു കൂടിയിട്ട് ക്ഷണിക്കുകയും വേണം എന്ന് പരിചയപ്പെടുത്തി. ഇങ്ങനെ പരിചയപ്പെടുത്തിയതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ രണ്ട് പ്രധാനപ്പെട്ട സംഗതിയെയും തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു. ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്കാ, ആ ഒരു സദുപദേശത്തിന്റെ ശൈലി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരിക അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ. അള്ളാഹുവിന് പുറമെ വ്യത്യസ്തമായ പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ, അള്ളാഹുവിന് പുറമെ പ്രതിഷ്ഠകളെയും അതുപോലെ തന്നെ മറ്റുള്ളവയെയും ഒക്കെ നിങ്ങൾ ഇബാദത്ത് കൊടുക്കുന്നു. അത് എന്നാണ്, നിങ്ങൾ തന്നെ സ്വയം പടച്ചുണ്ടാക്കിയ വലിയ കളവാണ്. ആ പറഞ്ഞ വസ്തുക്കളോ മഹാന്മാരോ നിങ്ങളോട് നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണം, ഞങ്ങൾക്ക് ഈ ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അവരിൽ നിങ്ങൾ അങ്ങനെ ചാർത്തിക്കൊടുത്തതാണ്. മാത്രമല്ല ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖാ, അവരോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുക, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്ന ആ ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലാ യംലികൂന ലക്കും റിസ്ഖ, വല്ല റിസ്ഖും അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? ഉപജീവനം നൽകുന്നുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ അവരാണോ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നത്?
വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ആ വെള്ളം ഇറക്കി തരുന്നത് അവരാണ്. അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, നിങ്ങൾക്ക് ആഹാരം നൽകുന്ന, വെള്ളം നൽകുന്നവരെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് റിസ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ അള്ളാഹുവിനോടാണ്, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആരാധ്യനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനോടാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സാരോപദേശം കൊടുക്കുക, നല്ല ഉപദേശം കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സതുപദേശം കൊടുക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ ആ ഒരു സതുപദേശത്തോടൊപ്പം അവരുടെ ബുദ്ധിയെ തൊട്ടുണർത്തുമാണ് യുക്തിപൂർവം, യുക്തിയോടുകൂടെ, ഹിക്മത്തോടു കൂടിയിട്ട് അദ്ദേഹം പറയുന്ന വാചകം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലത്തെ ആ നാട്ടിലെ ഭരണാധികാരിയും തമ്മിൽ നടക്കുന്ന ഒരു സംസാരത്തെ വളരെ വിശദമായി ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് റബ്ബിനെ സംബന്ധിച്ച് ചോദിച്ചു. റബ്ബിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുന്നു, ഇത് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. എന്റെ റബ്ബ് എന്ന് പറയുന്നത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഖാല അന ഉഹ്യീ വഉമീത്, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും എന്ന് ആസറും മറുപടി, നമ്രൂദും മറുപടി പറഞ്ഞു. അതെങ്ങനെയാണ്? അദ്ദേഹം രണ്ടാളെ വിളിച്ചു. ഭരണാധികാരിയാണ്, അതുപോലെ തന്നെ രാജാവാണ്, എന്തും പ്രവർത്തിക്കാൻ കെൽപ്പുള്ളവനും കഴിവുള്ളവനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജയിലിൽ ഉണ്ടായിരുന്ന രണ്ടാളെ വിളിച്ചിട്ട് ഒരാളെ കൊന്നു, ഒരാളോട് ചോദിക്കാതെ ഇപ്പൊ കണ്ടോ, ഞാൻ ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ അവിടെ തർക്കത്തിന് പ്രസക്തിയില്ല. എന്താണ് ചെയ്തത് എന്നുള്ളത് സാമാന്യ ബോധ്യമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനാവശ്യമായ തർക്കത്തിൽ നിന്നില്ല. പിന്നെയോ ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസ് മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് കിഴക്ക് നിന്നാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ അതിനെ മഗ്രിബിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിച്ച് കാണിച്ചതാ. നമുക്ക് മറ്റേതിൽ ജയിച്ചു, എന്നാൽ ഇങ്ങനെ ഒന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ആ അവിശ്വാസിയായ മനുഷ്യന് പിന്നെ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നോക്കുക, അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി. ഇവിടെ ആ ചെയ്ത പണിയുടെ സത്യവും അസത്യവും പറഞ്ഞ് പിന്നെ അവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, അത് അംഗീകരിക്കാൻ പോകുന്നില്ല. മറിച്ച് അതെന്താണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമാണ്, അത് കണ്ടവർക്കൊക്കെ ബോധ്യമാണ്. ഇതാണോ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്നുള്ള അല്ല എന്നുള്ളത് ബോധ്യമാണ്. പിന്നെ അത് വിളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഒന്നുകൂടെ അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കും. എന്റെ റബ്ബ് കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, എന്നാ നീ അതൊന്നിന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കാണാം ഫലമ്മാ ജന്ന അലൈഹിൽ ലൈൽ. മറ്റൊരു സന്ദർഭത്തിൽ ഇത് രാജാവുമായിട്ട് നടന്നതാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ സാമാന്യ ജനങ്ങൾക്ക് അദ്ദേഹം വളരെ യുക്തിയോടുകൂടിയിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു നമ്മൾ പറഞ്ഞു, പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിക്കുന്ന മനുഷ്യന്മാരാണ്. ആ ഒരു സന്ദർഭത്തിൽ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈൽ, രാത്രിയായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണുന്ന ആ ഒരു സാഹചര്യം. ഇത് ഇറക്കണില്ലല്ലോ അല്ലെ, നല്ല മിന്നി മിന്നി തിളങ്ങുന്ന നല്ല നക്ഷത്രങ്ങൾ, ഇതാണ് എന്റെ റബ്ബ്, അവരുടെ റബ്ബാണ്. അപ്പൊ ഒരു കുറച്ച് സമയത്തേക്ക് അദ്ദേഹം അതങ്ങനെ അംഗീകരിച്ചു, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മാ അഫല, കുറെ കഴിയുമ്പോൾ അതിങ്ങനെ വാങ്ങി പോകും, ഇല്ലാതെയായി പോകും. അങ്ങനെ അത് ഇല്ലാതായി പോയപ്പോൾ ഇങ്ങനെ മറഞ്ഞു പോകുന്ന, അപ്രത്യക്ഷമായി പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് അപ്രത്യക്ഷമായി പോയാൽ നമ്മളുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ കുറവാക്കിയാൽ നമുക്ക് നഗരം പറയാൻ നോക്കുമ്പോ ഈ സാധനം അവിടെ കാണാനില്ല, ഇനിയിപ്പോ അത് ഒതുക്കണ വരെ കാണിക്കാൻ പറ്റും. ഇങ്ങനെ മാറിപ്പോകുന്ന, മറഞ്ഞു പോകുന്ന ഒന്നിനെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അങ്ങനെ ഫലമ്മാർ അൽ ഖമർ, ഇതെല്ലാം ഒരേ ദിവസം നടന്നാണെന്ന് വിചാരിക്കണ്ട. അങ്ങനെ മറ്റൊരു സന്ദർഭം, നല്ല തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം
അങ്ങനെ ചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത് മുമ്പ് നമ്മൾ കണ്ട നക്ഷത്രം പോലെ തന്നെ അതിനേക്കാളും കുറച്ച് നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാളും വലിപ്പുള്ളതാണ്, വിളങ്ങുന്നതാണ്. ഇതാണ് എന്റെ റബ്ബ്, നിങ്ങളെ പോലെ തന്നെ ഇതാണ്, ഇത് തരക്കില്ല. അങ്ങനെ ചന്ദ്രനും അങ്ങനെ ആകാശത്ത് കുറെ കാലം സന്ദർഭം ഉണ്ടാവില്ല. അപ്പൊ അതങ്ങനെ നീങ്ങിപ്പോയ സന്ദർഭത്തിൽ എന്റെ റബ്ബ് എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നില്ലെങ്കിൽ ഈ വഴി വെച്ച ആളുകളെ പോലെ ഞാനും ആകുകയും പറ്റില്ല, അത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ സൂര്യൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സന്ദർഭം പകൽ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ കണ്ട നക്ഷത്രങ്ങളെക്കാളും അതുപോലെ തന്നെ ചന്ദ്രനേക്കാളും ഒക്കെ വലുത് ഇതാണ്. അപ്പൊ ഇത് തന്നെ നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് അപ്രത്യക്ഷമായപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇതൊന്നും ശരിയായ, ഇതൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് വരും, അങ്ങനെ നീങ്ങിപ്പോകുന്നു. ഇങ്ങനെ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ ബരീആകുന്നു, ഒഴിവാക്കാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാ പങ്കു ചേർക്കുന്നതിന്റെ നിരർത്ഥകതയെ വളരെയേറെ അവർക്കൊരു ചിത്രീകരണം രൂപേണ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെട്ടു. അപ്പൊ ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഖുർആൻ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഇങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മില്ലത്താണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ഓർക്കാനും അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാനും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പരിശുദ്ധ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടുന്ന പ്രധാനപ്പെട്ട ചരിത്ര ഭാഗം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മാതൃക പിന്തുടരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ ഖുർആനിൽ വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചരിത്രമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ നാട്ടിലുള്ള ആരാധനാലയത്തിൽ കയറി അവിടെയുള്ള പ്രതിഷ്ഠകളെയൊക്കെ തകർത്ത് ഏറ്റവും വലിയതിനെ അവിടെ നിലനിർത്തി, എന്നിട്ട് തകർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തന്റെ ആയുധം അതിന്റെ മുകളിൽ അവിടെ കൊളച്ചു വെച്ചു. ആളുകളൊക്കെ വന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ ചോദ്യം ചെയ്തു, ഇബ്രാഹിം നബിയാണോ ഈ പണി ചെയ്തത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞാനാണോ ചെയ്തത് അല്ല എന്നുള്ള മറുപടി കൊടുത്തില്ല. നിങ്ങൾ അതിനോട് ചോദിച്ചു നോക്കിയാൽ ഒരു വലുതവിടെ ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാറുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ പറയാറുള്ളത് ഇവരോടാണ്. അപ്പൊ അതിൽ ഏറ്റവും വലുതാണ്, ആ വലുതിനോട് നിങ്ങൾ നിങ്ങളുടെ സങ്കടം പറഞ്ഞു നോക്കൂ, അതെന്താണ് മറുപടി പറയുന്നത് എന്ന് നമുക്ക് നോക്കാനോ. അപ്പൊ സ്വാഭാവികമായും സാമാന്യമായ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ആ നിരന്തരത ബോധ്യപ്പെട്ടു. അത് കൂടെ പറഞ്ഞു തരാം. നമുക്ക് എന്തെങ്കിലും വിപത്ത് വന്നാൽ നമ്മൾ സങ്കടം പറയാറുണ്ട്. ഇപ്പൊ ഒരു കൊടിയ വിപത്ത് ഇവർക്കെല്ലാം എന്താണ് ഇതിനൊരു തൽക്കാലം കഴിഞ്ഞില്ല, ഇതിനോട് ചോദിക്കാൻ പറ്റൂല, ഏതായാലും ഒരു കാര്യമില്ല എന്നുള്ളത് ഉറപ്പാണ്.
അങ്ങനെ അങ്ങനെ അവർ തലതാഴ്ത്തി ഇബ്രാഹിം അത് സംസാരിക്കാനൊന്നും കഴിയില്ല, അതിനോട് അവസാനം പറഞ്ഞാൽ കാര്യമില്ലാന്നുള്ളത് അനക്കറിഞ്ഞൂടെ. അപ്പൊ ഇബ്രാഹിം പറഞ്ഞു, ഞാൻ നിങ്ങളോട് വരെ പറഞ്ഞത്, ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഇതിനോട് നമ്മൾ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഈ സങ്കടവും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയേണ്ടത് ഏകനായ നമ്മളെ ഇസ്ലാമിനോടാകും. അപ്പോ ഈ ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃക എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മാതൃക ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ കാലഘട്ടത്തിൽ യുക്തിയോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം എന്നാണ്. ഈ യുക്തി എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു സംഗതി. ഇപ്പൊ ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കില്ല, ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു യുക്തിക്കനുസരിച്ചാണ് നടക്കുന്നത്. ഒരു LKG ക്ലാസ് ഉള്ളത് പോലെ അല്ല നമ്മൾ കോളേജിൽ പോയിട്ട് ക്ലാസ്. അപ്പൊ ഇവരോട് അവരുടെ യുക്തിക്കനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മറ്റുള്ളവർക്ക് അവരുടെ ബുദ്ധിക്കും ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ തന്നെയാണ് ഏത് കാലഘട്ടത്തിലും പ്രവർത്തനം. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വാസിയായ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് അത്ര പ്രയാസമില്ലാത്ത, അത് എന്തെങ്കിലും ഒരു പ്രയാസം അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരിക ആ ഒരു വ്യക്തി മാത്രമാണ്. ഇന്ന് ഏതെങ്കിലും ഒരുത്തൻ ഒരു കാര്യം ചെയ്താൽ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരിക അത്യാവശ്യമാണ്. പിന്നെ ഒരു സമൂഹം ഒന്നടങ്കം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ യുക്തിയാണ് ഇബ്രാഹിം നബി, അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ള യുക്തിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചിട്ടുണ്ട്. ഇതേ സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ഇപ്പൊ ഹജ്ജ് നിർവഹിക്കുന്ന സമയം അവിശ്വാസികളായ ആളുകൾ, അവിടെയുള്ള ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ സഫയുടെ മുകളിൽ പോയിട്ട് ഒരു പ്രതിഷ്ഠ വെച്ചു. എന്നിട്ട് വിശ്വാസികൾ ആ സഫക്ക് പർവ്വത്തിനിടയിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് പിന്നെ അവർ പറഞ്ഞു, കണ്ടോ നമ്മൾ കൊണ്ടുപോയ പ്രതിഷ്ഠക്കാണ് വലയം വെക്കുന്നത്. അപ്പോ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തതുപോലെ ഒരു മഴയെടുത്ത് കൊണ്ടുപോകാൻ അടിച്ചു തകർക്കാം എന്നല്ല ഇബ്രാഹിം ഖുർആൻ പറഞ്ഞത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും ഒക്കെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അബിഅതമറ, ആരെങ്കിലും ഹജ്ജോ ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ, അപ്പൊ അതിന് അവർ പ്രദക്ഷിണം വെക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് യാതൊരു കുറ്റവുമില്ല. അപ്പൊ ആയത്തുകൾക്കുമ്പോൾ കുറ്റില്ല എന്ന് പറയാൻ കാരണം, കുറ്റില്ല എന്ന് പറയാൻ കാരണം ഇവർക്കൊരു മനപ്രയാസം ഉണ്ടായിരിക്കും. കാരണം അവർ പ്രതിഷ്ഠ അവിടെ കൊണ്ടുപോയി വെച്ചു, എന്നിട്ട് നമ്മൾ അതിന്റെ ഇങ്ങനെ വലയം വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു കുറ്റവുമില്ല. അത് തൽക്കാലം അവിടെ കെട്ടിട. ഇപ്പൊ അതിന് യാതൊരു പ്രയാസം. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? സഫയുടെയും മറുപടിയും ഇടയിലുള്ള വോട്ടാണ് നിങ്ങളുടെ നീക്കിയത്. അതവിടെ എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും മനപ്രയാസവും ഉണ്ടാകേണ്ടതില്ല. എന്നാൽ അത് അവിടെ എടുത്തു മാറ്റാനുള്ള സാഹചര്യം വന്നു. മക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കീഴിൽ ആ ഭരണം വരുന്നു. ആ സന്ദർഭത്തിൽ ഇത് മാത്രമല്ല, ആദ്യം കഅബയിലേക്ക് കയറി കഅബയിലുണ്ടായിരുന്ന എല്ലാ ബിംബങ്ങളെയും അവിടെ എടുത്തു മാറ്റി. അതുപോലെ തന്നെ ഇവിടെ സഫയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ സന്ദർഭത്തിൽ, എന്നാൽ അവർ കൊണ്ടുപോയ സമയത്ത് എടുത്തു മാറ്റാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ല. നബി വിപറ്റിയിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാതൃക തന്നെയാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുത്ത മാതൃക വ്യക്തിയുടേതാണ്. അവിടെ അപ്പൊ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹജ്ജ് ഉണ്ടാവില്ല, ഉംറയുണ്ടാവില്ല. കാരണം അവർ തൽക്കാലം ഹജ്ജ് ഉംറയൊക്കെ തൽക്കാലം ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ട് പോവുക, വേറെ ഒരു ഏർപ്പാടുകൂടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിച്ച സന്ദർഭമാണ്. അപ്പൊ യുക്തിയോട് കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ അക്ഷരവായന വായിച്ചു പോവല്ല വേണ്ടത്. അദ്ദേഹം കാണിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിൽ പിൻപറ്റി ഏത് കാലഘട്ടത്തിലും ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസിയായ അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപനം നമ്മളോടും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക ശരിയാവണ്ണം പറ്റി ശരിയായ വിശ്വാസികളാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കുമാറാകട്ടെ. പല രൂപത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ കുവൈത്തിൽ നിങ്ങൾക്കറിയാൻ വലിയ ഉണ്ടായി. ഒരുപാട് ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അത്തരം കാര്യങ്ങൾ ക്ഷമിക്കുവാനും പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി പെരുമാറാനാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകളാണ്. നാഥ, ഇഹത്തിലും പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകണമെന്ന് ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ ഒരുമിച്ച് തമ്പുരാനാണ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين.